ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ അർദ്ധനാരീശ്വരസ്തവം. ഏതോ ഒരു പ്രദേശത്ത് മഴയില്ലാതെ ആളുകൾ കഷ്ടപ്പെട്ട് കഴിയുന്ന കാലത്തൊരിക്കൽ സ്വാമികൾ അവിടെ സന്ദർശിച്ചെന്നും അവിടത്തുകാർ സ്വാമികളോട് സങ്കടം ബോധിപ്പിച്ചെന്നും സ്വാമികൾ ഈ സ്തോത്രം രചിച്ചു പാടിയെന്നും അത് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു എന്നും പറഞ്ഞു വരുന്നു. ഈശ്വരനായാലും സ്വന്തം സിദ്ധികൾ പൊതുജന നന്മയ്ക്ക് ഉപയോഗിക്കേണ്ടതാണെന്ന് ഈ സ്തോത്രം ധ്വനിപ്പിക്കുന്നുണ്ട്. അയ്യോ, ഈ വെയിൽ കൊണ്ടു വെന്തുരുകി വാടിയിടുന്നു നീ എന്നിയേ, കയ്യേകിടുവതിന്നു കാൺകിലൊരുവൻ കാരുണ്യവാനാരഹോ. പയ്യാർ നീ ജനമാഴിയിൽ പതിവതിൻ മുന്നേ പരന്നോഴിയിൽ പെയ്യാറാകണമേഘനാമ്പു കൃപയാ ഗംഗാനദീധാമമേ. നാടാകെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ കിടന്നു പൊരിയുമ്പോൾ തലയിൽ വെള്ളവുമേന്തി എപ്പോഴും പരമാത്മനിഷ്ഠയിൽ തന്നെ കഴിയുന്നത് ശരിയാണോ എന്ന് ഗുരു ശിവനോട് ചോദിക്കുന്നു. കഴിവുണ്ടായിട്ടും അന്യനെ സഹായിക്കാതിരിക്കുന്ന ഓരോരുത്തനോടും ഉള്ള ചോദ്യമാണിത്. ഒരുപക്ഷെ സ്വന്തം ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ സ്വാമികൾ തന്നോട് തന്നെ ചോദിച്ചിരിക്കാവുന്നതും. 1894 ആണ് ഇതിൻ്റെ രചനകാലമായി നടരാജഗുരു കാണുന്നത്. കയ്യേകിടുക, സഹായഹസ്തം നൽകുക, പയ്യെ വിശപ്പ്, കാരുണ്യവാൻ കൃപാലു, ആഴി തീക്കുഴി, പതിവിൻ മുന്നേ വീഴുന്നതിന് മുമ്പ്, പതിവതിൻ മുന്നേ വീഴുന്നതിന് മുമ്പ്, ഊഴി ഭൂമി, ഘനാമ്പു മേഘത്തിൽ നിന്നുള്ള വെള്ളം എന്നും ധാരാളം വെള്ളം എന്നും പറയാം. കൃപയാ കൃപ കൊണ്ട്, ഗംഗാനദീധാമമേ ഗംഗാനദിയുടെ ഇരിപ്പിടമായവനെ. ഇത് വളരെ ധാന്യാത്മകമായ സംബോധനയാണ്. ശിവൻ ഗംഗാധരനായാൽ ജലം വർഷിക്കാൻ പ്രയാസമില്ലെന്ന് സൂചന. ഗംഗയാറിന് ഇരിപ്പിടമായവനെ, ഈ ആളുകൾ വെയിൽ കൊണ്ട് വെന്തുരുകി വാടുന്നു. അയ്യോ കഷ്ടം, നീയല്ലാതെ വേറെ ആരാണ് ഇവർക്ക് സഹായം നൽകുവാൻ തക്ക കാരുണ്യമുള്ളവൻ? ഇവർ വിശപ്പോടെ തീക്കുഴിയിൽ വീണുപോകുന്നതിന് മുൻപ് ദയചെയ്ത് ധാരാളം വെള്ളം ഭൂമിയിൽ എങ്ങും പരക്കുമാറ് പെയ്യാറാകണം. അത്യന്തം അവശനിലയിൽ എത്തിയതുകൊണ്ടാണ് ശിവൻ്റെ കാരുണ്യത്തിന് ഇരക്കുന്നതെന്ന് ഈ പദ്യം വ്യക്തമാക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത്. ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു.